10 വർഷം മുൻപ് മലയാളികൾ ആദ്യമായി കോസ്മെറ്റോളജി, ഡെർമറ്റോളജി ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളൊക്കെ കേട്ടു തുടങ്ങുന്ന ഒരു സമയത്ത് ഇതിനെ അസോസിയേറ്റ് ചെയ്ത് കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് ഡോക്ടർ നിലൂഫർ ഷെരീഫ് ആൻഡ് ഹെയർ ഫെയർ ക്ലിനിക്. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം 10 വർഷങ്ങൾക്ക് ഇപ്പുറം നമ്മൾ നിൽക്കുമ്പോഴും വളരെ സക്സസ്ഫുൾ ആയ വെഞ്ചർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന Therefore I Am എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ CEO ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം ഡോക്ടർ നിലൂഫർ ഷെരീഫ്. വെൽക്കം. ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫ് ടാസ്ക് ആണ്. അപ്പോൾ ഒരു ഹെയർ ഫെയർ എന്ന് പറയുന്ന ഒരു ഗംഭീര ബ്രാൻഡ് നെയിം ഉണ്ടായിരുന്നു. അവിടെ നിന്ന് Therefore I Am ലേക്ക് നമ്മൾ വന്നു. ആ ഒരു ജേർണി എത്ര എളുപ്പമായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. ഇപ്പോഴും അതിനെ മാനേജ് ചെയ്യാണോ അതോ എന്നിട്ട് ഹെയർ ഫെയർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു ഡയറക്റ്റ് കണക്റ്റ്, ലൈക്ക് യു ഗെറ്റ് ഇറ്റ്. മേ ബി ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, അത് സലൂൺ ആണോ എന്ന് മാത്രം ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാവാനേ വഴിയുള്ളൂ. പക്ഷേ ഹെയറും ആ ഫെയർ ആ സ്കിന്നിൻ്റെ കാര്യം മാത്രം അത് ഒരു ഡയറക്റ്റ് കണക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും മാർക്കറ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. വി വർ ഗ്രോയിങ് മാസീവ്ലി ഇൻ ദ ഇൻഡസ്ട്രി. അത് മാത്രമല്ല അന്ന് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കംഫർട്ടബിളി നമ്മളിരുന്ന് നമ്മുടെ വർക്കും എൻജോയ് ചെയ്ത് എല്ലാം ഇരിക്കുമായിരുന്നു. പിന്നെ കോമ്പറ്റീഷൻസ് കൂടി, മാർക്കറ്റ് വലുതായി, നമുക്കും ആഗ്രഹങ്ങൾ കൂടി, ഞങ്ങൾക്ക് ഗ്ലോബൽ എക്സ്പാൻഷൻ പ്ലാൻസ് വന്ന്. അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ട് എനിക്കൊരു ഗ്ലോബൽ ലാംഗ്വേജ് കൊണ്ടുവന്നൂടാ. അത് മാത്രമല്ല ഫെയർ എന്നുള്ള വാക്ക് ഷെഡ് ചെയ്യാം എന്നുള്ളൊരു തോന്നലായിരുന്നു. അതൊരു എത്ര പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് എ റൈറ്റ് തോട്ട്.